അന്യസംസ്ഥാന മലയാളികളും പ്രവാസികളും വഴിയുള്ള കൊറോണ രോഗവ്യാപനം നിയന്ത്രണങ്ങൾക്കൊപ്പം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണോ? രോഗവ്യാപനത്തെ തടയാൻ കേരളത്തിന് ആകുമോ? സ്ഥിതിഗതികൾ നിയന്ത്രിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തേണ്ടി വരുമെന്ന് തുറന്നു പറഞ്ഞ് സംസ്ഥാന സർക്കാർ. ഈയൊരു ഘട്ടത്തിൽ പ്രവാസി മലയാളികളിൽ നിന്നും സമ്പർക്കത്തോത് ഉയരുകയാണെങ്കിൽ അതിർത്തികളിലെത്തുന്ന മലയാളികളുടെ അവസ്ഥ എന്തായിരിക്കും? വരും ദിനങ്ങളും വരും ആഴ്ചകളും കേരളത്തിന് എത്രത്തോളം നിർണായകമാണ്? നേർക്കണ്ണ് അന്വേഷിക്കുന്നു. കേരളത്തിലേത് ഇപ്പോഴൊരു റീപാട്രിയേഷൻ അവസ്ഥയാണ്. വിമാനമാർഗവും യുദ്ധക്കപ്പൽ മാർഗവുമൊക്കെ പ്രവാസികൾ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നു. റോഡ് മാർഗവും തീവണ്ടി മാർഗവും അന്യസംസ്ഥാനത്തുള്ള മലയാളികൾ കേരളത്തിൻ്റെ അതിർത്തികളിൽ വന്നുകൂടുന്നു. പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ രോഗവാഹകരെന്ന് സംസ്ഥാന സർക്കാർ തന്നെ സമ്മതിക്കുന്നു. കേരളത്തിലെ കോവിഡ് പോസിറ്റീവ് രോഗബാധിതരിൽ 70% പുറത്തുനിന്നും വന്ന പ്രവാസികളുടേതാണ്. ബാക്കിയുള്ള 30% ഇവരിൽ നിന്നും സമ്പർക്കത്തിലൂടെ പകർന്നതാണ്. അല്പമെങ്കിലും കരുതിയിരുന്നില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോകും എന്നൊരവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് സംസ്ഥാന സർക്കാർ തുറന്ന് സമ്മതിക്കുന്നു. എന്തായാലും പ്രതിരോധ സുരക്ഷാ നടപടികളും സർക്കാർ ശക്തമാക്കി കഴിഞ്ഞു. കേരള അതിർത്തികളിലെ ആളൊഴുക്ക് ഉറക്കം കെടുത്തുന്നുവോ എന്ന ചോദ്യത്തിനാണ് നാം ഇപ്പോൾ ഉത്തരം കണ്ടെത്തേണ്ടത്. ഒപ്പം പ്രവാസികൾ വഴി രോഗവ്യാപനം നിയന്ത്രണാതീതമായോ എന്നതിനും. കാരണം കാര്യങ്ങൾ ഭീതിപ്പെടുത്തുന്നവയാണ്. മലയാളികൾക്ക് കേരളത്തിലേക്ക് മടങ്ങുന്നതിന് സാധാരണഗതിയിൽ ഇവിടെയുള്ള ഭരണകൂടത്തിന്റെ പോലും അനുമതിക്കായി കാത്തു നിൽക്കേണ്ടതില്ല. പക്ഷേ ഇതിപ്പോൾ കൊറോണ കാലമാണ്. കൊറോണ വൈറസ് കേരളത്തിൽ ഭീതിതമായ വിധം വേരോടിക്കഴിഞ്ഞു. ഇനി കുറഞ്ഞത് 1 വർഷത്തേക്കെങ്കിലും നാം കഴിയേണ്ടത് കൊറോണ ഭീതിയിൽ തന്നെയാണ്. പ്രവാസികളുടെ മടങ്ങിവരവും അതിർത്തി വഴിയുള്ള ആളൊഴുക്കും അത്ര നല്ല ലക്ഷണമല്ല ഇപ്പോൾ നമുക്ക് നൽകുന്നത്. കേരളത്തിൽ പോസിറ്റീവായ കോവിഡ് കേസുകളിൽ 70% പുറമേ നിന്നും വന്നവർക്കാണ്. ബാക്കി 30% ഇവരിൽ നിന്നും സമ്പർക്കത്തിലൂടെ പകർന്നതും. ഇതുവരെ രോഗബാധ കണ്ടെത്തുവാനും ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിനും കേരളത്തിനായി. പക്ഷേ ഇങ്ങനെ സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് നിയന്ത്രണം വിടുമോ എന്ന ഭീതിയാണ് അധികൃതർക്ക് ഇപ്പോഴുള്ളത്. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപന തോത് സങ്കല്പന അതീതമാണ്. പ്രവാസികളും അന്യസംസ്ഥാന മലയാളികളും കേരളത്തിലെത്തുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ഇനിയുള്ള ഘട്ടത്തിൽ സ്ഥിതിഗതികൾ മാറിയേക്കാം എന്ന ഭീതിയിലാണ് സംസ്ഥാന സർക്കാരും. രോഗവ്യാപനം തടയുവാനായി നിയന്ത്രണങ്ങൾ കർശനമായി തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനവും. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനത്തിൻ്റെ തോത് അത് സങ്കല്പാതീതമാണ്. കാസർഗോഡ് നേരത്തെ ഉണ്ടായതാണ്. എങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരാളിൽ നിന്ന് 22 പേർക്കാണ് വൈറസ് ബാധിച്ചിരുന്നത്. കണ്ണൂരിൽ 9 പേർക്ക്, വയനാട്ടിലെ നിലയെടുത്താൽ 6 പേർക്ക്. ഇതിൽ നിന്ന് നാം കാണേണ്ടത് കാര്യങ്ങൾ എളുപ്പമല്ല. നിയന്ത്രണം പാളിപ്പോയാൽ കൈവിട്ടു പോകും. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിപത്ത് നാം നേരിടേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ, രോഗവ്യാപനം തടയാൻ ആവശ്യമായ നിയന്ത്രണങ്ങൾ കർശനമായി തുടരുകയും വേണം. ഇതുവരെ പോസിറ്റീവായ കേസുകളിൽ 70% പുറമേ നിന്ന് വന്നവരാണ്. 30% അവരിൽ നിന്ന് സമ്പർക്കത്തിലൂടെ രോഗം ലഭിച്ചവരുമാണ്. രോഗവ്യാപന നിരക്ക് 1-ൽ താഴെയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.
മരണനിരക്കും വളരെ കുറക്കാൻ നമുക്ക് കഴിഞ്ഞു. ബ്രേക്ക് ദ ചെയിനും ക്വാറന്റൈനും റിവേഴ്സ് ക്വാറന്റൈനും വിജയിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. ഇത് നമുക്ക് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും നൽകുന്നുണ്ട്. ഇനിയുള്ള ഘട്ടത്തിൽ സ്ഥിതിഗതികളിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ഇതുവരെ വിദേശത്ത് നിന്നുള്ളവർ കേരളത്തിലേക്ക് വരുന്ന അവസരത്തിൽ വിദേശ രാജ്യങ്ങളിൽ രോഗവ്യാപനം കുറവായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിയും അതായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല. ഇപ്പോൾ ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം ശക്തമായി തുടരുകയാണ്. വിദേശത്ത് നിന്ന് വരുന്നവർക്ക് അതത് രാജ്യങ്ങളിൽ ആൻറ്റിബോഡി ടെസ്റ്റ് നടത്താൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗവ്യാപന തോത് കുറക്കാൻ ഇത് സഹായിക്കും. ഒരേ സമയം നമുക്ക് അനേകം പേരെ സ്വീകരിക്കേണ്ടി വരുന്നു. ഒരു സംശയമില്ല, അവരെല്ലാവരും ഇങ്ങോട്ട് വരേണ്ടവരും സംരക്ഷിക്കപ്പെടേണ്ടവരുമാണ്. ഇവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കണം. രോഗബാധയുള്ളവർക്ക് പ്രത്യേക പരിചരണം നൽകണം. വൈറസ് വ്യാപനം തടയണം. ഈ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാനം ഏറ്റെടുക്കുകയാണ്. കേരളത്തിലേക്ക് തിരിച്ചെത്താൻ അതിർത്തിയിലെത്തുന്നവരിൽ പാസില്ലാത്തവർ ഭൂരിഭാഗം പേരുണ്ട്. ഇവരിൽ 60% വരുന്നത് റെഡ് സോണുകളിൽ നിന്നുമാണ്. തങ്ങൾ താമസിച്ച ഇരുന്നിടം റെഡ് സോണായി മാറിയപ്പോൾ അവിടെ നിന്നും കേരളത്തിലേക്ക് പലായനം തുടങ്ങിയവരാണിവർ. അതുകൊണ്ട് തന്നെ അനുമതി പാസിനൊന്നും കാത്തു നിൽക്കാൻ ഇവർക്ക് സമയമുണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിനുള്ളിൽ രോഗവ്യാപനം തടയുന്നതിന് മാതൃകാപരമായ നടപടികളാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന സർട്ടിഫിക്കറ്റ് പോലുമില്ലാതെ അതിർത്തികളിലെത്തുന്ന ഇത്തരം പാസില്ലാത്ത മലയാളികളെ തടയാൻ അധികൃതർ നിർബന്ധിതരാകുന്നു. വരുന്ന സംസ്ഥാനത്ത് നിന്നുള്ള എക്സിറ്റ് പാസും കേരള സർക്കാരിൽ നിന്നുള്ള ഡിജിറ്റൽ എൻട്രി പാസും കയ്യിലില്ലാത്തവർക്ക് അവ രണ്ടും ലഭിക്കുന്നതുവരെ അതിർത്തികളിൽ കാത്തിരിക്കേണ്ടി വരുന്നു. ഈയൊരവസ്ഥയാണ് അതിർത്തികളിൽ സംഘർഷം പുകയാൻ കാരണം. ഇത് ഒരുമാതിരി ഇതായി പോയി. ഇത് ഇത്രയും എങ്ങനെ ഇത്രയാവണത്, എങ്ങനെ പെർമിഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നലെ തന്നെ കയറിയത് ഇങ്ങോട്ട്. അപ്പോൾ ഇന്ന് രാവിലെ അവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പാസ് അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ പോയി ചോദിച്ചിട്ടില്ല അങ്ങ് കടത്തി വിടാം. അപ്പോൾ അവർ പറഞ്ഞ് കടത്തി വിടാൻ പറ്റില്ല. അത് എന്തിന്റെ പേരിലാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. പാലക്കാട് നിന്ന് ആയി കോഴിക്കോട് ആയി 100 കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട്. തമിഴ്നാട് പോലീസ് ഇവിടെ നിൽക്കുന്നവർ നേരെ ഒരു വട്ടം ലാത്തി കൊണ്ട് അടി ആരംഭിച്ചു. അല്പ നിമിഷം കഴിഞ്ഞാൽ അവർ ലാത്തി കൊണ്ട് അടിച്ചു ഓടിക്കുന്നതാണ് തമിഴ്നാട് പോലീസ് പറയണത്. ഇവരെല്ലാവരും കോവിഡ് സെല്ലിലോ അതല്ലെങ്കിൽ നോർക്കയിലോ പിന്നെ ഓൺലൈൻ വഴി അപേക്ഷിച്ചവരാണ്. ഇവരുടെ തമിഴ്നാട് നിന്നും കൊടുത്ത പാസിന്റെ ഓൺലൈൻ പാസിന്റെ കാലാവധി മിക്കരുടേതും ഇന്ന് രാത്രിക്ക് തീരും. ഇന്ന് രാത്രിക്ക് തീർന്നാൽ ഇവരെ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പറ്റൂല, കേരളത്തിൽ കടക്കാൻ പറ്റില്ല. ഇവരിവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചിലപ്പോൾ ഒരു പക്ഷേ മരിക്കും. വലിയ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞെട്ടിക്കുന്ന രീതിയിലാണ്. ആ എൻഎച്ചിന്റെ കാട്ടിൽ വരെയാണ് ഇവര് അള്ളിയിരിക്കുന്നത്. എൻഎച്ചിന്റെ സൈഡിലുള്ള മരത്തിന്റെ കാട്ടിൽ വരെ മനഃപൂർവ്വം സിസ്റ്റം ഓഫ് ചെയ്തത് കൊണ്ട്, സിസ്റ്റം ഇന്നലെ മിനിയാന്ന് മനഃപൂർവ്വം ഓഫ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഓൺലൈൻ പാസ് കിട്ടിയില്ല. അത് ഇവരല്ല കുറ്റക്കാര്, സിസ്റ്റം ഓഫ് ചെയ്ത ഗവൺമെന്റ് ആണ് കുറ്റക്കാര്. അതിന് ഇവരെ ബലിയാടാക്കാൻ വേണ്ടി പറ്റത്തില്ല. പ്രസിഡന്റ് സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ഒന്ന് പറയണം. ഞങ്ങൾ വാളയാറിലുണ്ട്. പ്രസിഡന്റിന് ഫോൺ കിട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യണം. 4 മണിക്കൂർ ഇവിടെ എത്തി. ഇവിടെ എത്തിക്കണം.
ഒരു വർഷം എത്തിയിട്ട് ഞങ്ങൾ വന്ന ഉടനെ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ പാസ് ക്ലിയർ ആവും ആദ്യം പറഞ്ഞു. പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ വണ്ടി പോയി വന്നപ്പോഴേക്കും അവിടെ കൗണ്ടർ. പ്രവാസികൾ വഴിയുള്ള രോഗവ്യാപന നടപടികൾക്കാൾ കടുത്തതാകും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ അതിർത്തികൾ വഴിയെത്തുന്ന മലയാളികൾ നൽകുകയെന്ന് അധികൃതർ ഭയക്കുന്നുണ്ട്. കാരണം പ്രവാസികൾ അതത് രാജ്യങ്ങളിൽ ഒരു വേളയെങ്കിലും കോവിഡ് ടെസ്റ്റിന് വിധേയരാകേണ്ടി വന്നവരാകാം, അല്ലാത്തവരും പ്രവാസികളുണ്ടാകാം. പക്ഷേ കേരളത്തിൻ്റെ അതിർത്തികളിൽ എത്തുന്ന മറുനാടൻ മലയാളികളിൽ ഭൂരിഭാഗവും മിക്ക സംസ്ഥാനങ്ങളിലെയും റെഡ് സോണിൽ നിന്നും കേരളത്തിലേക്ക് പലായനം ചെയ്ത് വന്നവരാണ്. ആ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇവർക്ക് ഒരുവിധ പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് അധികൃതർക്ക് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ കേരളത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ കടുത്ത സങ്കീർണ പരിശോധനാ നടപടികൾ അധികൃതർക്ക് സ്വീകരിക്കേണ്ടി വരുന്നു. പക്ഷേ മറുനാടൻ മലയാളികളെ അതിർത്തിയിലെത്തുന്നവരെ അങ്ങനെ കൈവിടാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഇവരെയും ക്വാറന്റൈനിലാക്കുവാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനവും. അതിർത്തി വഴി കേരളം കടക്കാൻ എത്തുന്നവരിൽ നിന്നും സന്തോഷത്തിന്റെ ഒരു കണിക പോലും കാണുവാനില്ല. പക്ഷേ അതിർത്തി കടന്നാൽ പകുതി ആശ്വാസമായി എന്നൊരു പ്രതീക്ഷയുണ്ടവർക്ക്. അത്തരമൊരു ആത്മവിശ്വാസം തന്നെയാണ് ഏതൊരു മറുനാടൻ മലയാളിയെയും കേരളത്തിന്റെ അതിർത്തികൾ താണ്ടാൻ എന്ത് വിധേനയും പ്രേരിപ്പിക്കുന്നതും. സംസ്ഥാനത്തേക്ക് പാസില്ലാതെ ആരെയും കടത്തിവിടില്ല എന്ന നിലപാട് കർശനമാക്കിയിട്ടുണ്ടെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന പകുതി പേർക്കും ഇതേപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പലരും നോർക്ക വഴി കരസ്ഥമാക്കേണ്ട പാസിനെപ്പറ്റി അറിഞ്ഞിട്ട് പോലുമില്ല. സുരക്ഷാ കാരണങ്ങളാൽ പാസില്ലാതെ വരുന്ന അത്തരക്കാർക്ക് സംസ്ഥാനത്തേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. ഈ വാർത്ത അറിയുന്നവർ തികഞ്ഞ ദൈന്യതയോടെയാണ് തിരിച്ചു പോകുന്നത്. അതിർത്തിക്കിപ്പുറവും അപ്പുറവും നിൽക്കുന്നവർ നിസ്സഹായരാണ്. കോവിഡ് വ്യാപനം ഉണ്ടാക്കിവെച്ച നൂലാമാലകളിൽപ്പെട്ട് ആർക്കും ഇളവ് നൽകാനാകാത്ത വിധം നിസ്സഹായർ. കാരണം കേരളം അതിൻ്റെ ആരോഗ്യ സുരക്ഷാ പഴുതുകൾ നന്നായി അടച്ചിരിക്കുന്നു. കേരളത്തിന്റെ അതിർത്തികളായ തലപ്പാടി, വാളയാർ, കുമളി, മുത്തങ്ങ, പാറശാല, ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ ഒരുപോലെ അന്യസംസ്ഥാനക്കാർ എത്തുന്നുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ എത്തുന്നവരുടെ മാനുഷിക വശത്തേക്കാൾ പ്രാധാന്യം കോവിഡ് പ്രതിരോധത്തിന് നൽകേണ്ടി വരുന്നതാണ് സ്ഥിതിഗതികളെ സങ്കീർണമാക്കുന്നത്. രോഗികൾ, അവരുമായി അടുത്ത സമ്പർക്കമുള്ളവർ, വിദൂര സമ്പർക്കമുള്ളവർ, സമ്പർക്ക സാധ്യതയുള്ളവർ എന്നിങ്ങനെ ആൾക്കാരെ തേടിപ്പിടിച്ച് തരംതിരിച്ച് പിന്തുടർന്ന് രോഗാവസ്ഥയുടെ നിലപാടുകളും ഏറ്റക്കുറച്ചിലുകളും ഒക്കെ കൂട്ടിയും കിഴിച്ചുമൊക്കെയാണ് കേരളം ഇത്രകാലം പിടിച്ചു നിന്നത്. പക്ഷേ ഈ പരിശോധനകൾ ഒന്നുമില്ലാതെയാണ്, അഥവാ നടത്തിയ പരിശോധനകളുടെ തെളിവ് പോലുമില്ലാതെയാണ് പതിനായിരങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ അതിർത്തികളിൽ എത്തുന്നത്. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അതിർത്തികളിലെ തിരക്ക് പക്ഷേ ഇപ്പോഴില്ല. അതിർത്തി കടക്കാനെത്തുന്ന ഒരാളെപ്പോലും മതിയായ പരിശോധനകളിൽ നിന്നും ഒഴിപ്പിച്ചു നിർത്താനുമാകില്ല. കാരണം ഓരോ ജനത്തെയും വിലപ്പെട്ടതാണ് എന്നതിനൊപ്പം ഓരോ രോഗിയുടെയും സമ്പർക്ക സാധ്യതകൾ തടയുക എന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടത് തന്നെയാണ്. മുൻഗണനാ പട്ടികയിൽ പെട്ടവർക്കൊപ്പം പാസില്ലാത്തവരും എത്തിയത് കണക്കുകൂട്ടലുകളെ തകിടം മറിച്ചു. അതിർത്തിക്കകത്ത് കേരളം സുസജ്ജമായിരുന്നു. പക്ഷെ പിഴച്ചത് അതിർത്തിക്ക് പുറത്താണ്. പാസില്ലാതെ എത്തിയവരിൽ 60% പേരും റെഡ് സോണുകളിൽ നിന്നും ജീവനും കൊണ്ട് പലായനം ചെയ്തു വന്നവരാണ്. കുഞ്ഞുങ്ങളെയും എടുത്ത് കയ്യിൽ കിട്ടിയതും കൊണ്ട് കേരളത്തിലെത്താൻ തുനിഞ്ഞിറങ്ങിയവർ. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് എത്തുന്നവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിർബന്ധമായും ശേഖരിച്ചിരിക്കണം എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കോവിഡ് ജാഗ്രത വെബ് പോർട്ടലിൽ രജിസ്ട്രേഷനും പാസും നിർബന്ധമാക്കിയത്. നമ്മുടെ സഹോദരങ്ങൾ മറ്റു പല സ്ഥലത്തും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. സുരക്ഷിതമല്ലാതെ സംസ്ഥാനത്തേക്കുള്ള യാത്രകൾ ആ പ്രയാസം വർദ്ധിപ്പിക്കാൻ മാത്രമേ ആത്യന്തികമായി ഉപകരിക്കൂ. ഓരോരുത്തരുടെയും സുരക്ഷ ഈ നാടിൻ്റെ സുരക്ഷയാണ് എന്ന് എല്ലാവരും, അത് പുറത്തുനിന്ന് വരുന്നവരായാലും ഇവിടെയുള്ളവരായാലും ഓർക്കേണ്ടതുണ്ട്.
അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഹോം ക്വാറന്റൈൻ ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. ഹോം ക്വാറന്റൈൻ എന്നത് ഫലത്തിൽ റൂം ക്വാറന്റൈൻ എന്നതായി മാറണം. വീട്ടിൽ മറ്റുള്ളവരുമായി ഇടപഴകാതെ കഴിയണം. ആരോഗ്യ പ്രവർത്തകരും സർക്കാരും നിർദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ഘട്ടങ്ങളിൽ ആരും പെരുമാറാൻ പാടില്ല. കോവിഡ് രോഗബാധയെ തുടർന്ന് അരക്ഷിതാവസ്ഥയിലായ പ്രവാസ ലോകത്തെ മലയാളികളെ തിരിച്ചെത്തിക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെയാണ് കിണഞ്ഞു ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവാസി നാടുകളിൽ നിന്നും വിമാനങ്ങളിൽ പ്രവാസി മലയാളികളും മാലദ്വീപ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും മലയാളികൾ കേരളത്തിലേക്ക് കപ്പലുകളിലും എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവരെ ഇനി കേരളത്തിൽ ക്വാറന്റൈനിലാക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും സുപ്രധാനവും ദുഷ്കരവുമായൊരു ദൗത്യം. പക്ഷേ ഇവരെ അങ്ങ് തള്ളിക്കളഞ്ഞ് വീടുകളിലേക്ക് അയക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം ഇവർ വഴിയുള്ള രോഗവ്യാപനമാണ് കേരളത്തിൽ ഭീതി ഉയർത്തുന്നത് എന്നത് തന്നെ കാരണം. ഇവരുടെ സമ്പർക്ക സാധ്യതകളെ തടഞ്ഞു വെച്ച് രോഗത്തെ ഉന്മൂലനം ചെയ്യുക എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെമ്പാടും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. വിദേശത്തു നിന്നും ആദ്യമെത്തിയ 2 വിമാനങ്ങളിലെയും യാത്രക്കാരിൽ ഒരാൾക്ക് വീതം കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് അധികൃതർക്ക് അങ്കലാപ്പ് തുടങ്ങിയത്. പക്ഷേ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം പ്രതീക്ഷിച്ച് തന്നെയാണ് സംസ്ഥാനം നിലകൊണ്ടതും. നിരവധി ഗർഭിണികളും കുട്ടികളുമാണ് ഇത്തരത്തിൽ കൊച്ചി, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങിയത്. അല്പം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണെങ്കിലും മാലദ്വീപിലെ മലയാളികളും നാവികസേന യുദ്ധക്കപ്പലുകൾ കയറി കേരളത്തിലെത്തി. ആർത്തലയ്ക്കുന്ന ആശങ്കയുടെ വൻ തിരമാലകൾ മറികടന്ന് അവർ നാടിന്റെ സ്നേഹയാനങ്ങളിൽ ആശ്വാസതീരമണിഞ്ഞപ്പോൾ സംസ്ഥാനമാകട്ടെ പ്രതിരോധ സുരക്ഷാ നടപടികൾക്കും ശക്തി കൂട്ടി. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളും പ്രവാസികളെ സ്വീകരിച്ച് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ എല്ലാ വിമാനത്താവളങ്ങളിലും കർശനമായ സുരക്ഷാ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഒരു പ്രവാസി വിമാനമിറങ്ങിയാൽ ചട്ടങ്ങൾ പാലിച്ച് കനത്ത സുരക്ഷാ സംവിധാനത്തിൽ വീടുകളിലെയോ സർക്കാർ കേന്ദ്രങ്ങളിലെയോ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതുവരെയുള്ള പഴുതടച്ച സുരക്ഷാ കരുതൽ, ക്വാറന്റൈൻ കഴിയുന്നതുവരെ പിന്നീടുള്ള തുടർ പരീക്ഷയും കരുതലും. ഇതുതന്നെയാണ് സമ്പർക്കം മൂലമുള്ള രോഗികളെ പുതുതായി സൃഷ്ടിക്കാതിരിക്കാൻ കേരളം കൈക്കൊള്ളുന്ന പുതിയ ഘട്ടത്തിലെ ബ്രേക്ക് ദ ചെയിൻ ദൗത്യം. ഇനി തുടർ ദിവസങ്ങളിലൊക്കെ തന്നെ ഫ്ലൈറ്റുകൾ വരുന്നുണ്ട്. ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ്. എത്ര ആളുകൾ വന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾ ഒഴികെയുള്ളവർക്ക് സർക്കാർ സംവിധാനത്തിൽ തന്നെ ക്വാറന്റൈനിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ജില്ലാ ഭരണകൂടം സ്വകാര്യ ആശുപത്രികളിലെ ബാത്ത് അറ്റാച്ച്ഡ് സിംഗിൾ റൂമുകളാണ് ഇതിനായിട്ട് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പല സ്ഥാപനങ്ങളും നമുക്ക് ക്വാറന്റൈൻ ഫെസിലിറ്റിക്ക് സ്ഥാപനങ്ങൾ വിട്ടുതരാമെന്ന് സ്ഥാപനങ്ങൾ വിട്ടുതരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവയൊക്കെ തന്നെ ഡോർമെട്രി പോലെയായതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. എല്ലാവരും ഒരു ഹാളിൽ താമസിക്കുക, കുറച്ച് ഡിസ്റ്റൻസിലാണെങ്കിലും ബെഡ് ഇട്ടിട്ട്. പക്ഷെ അവരുടെയൊക്കെ ബാത്റൂമുകൾ പൊതുവാണ്. അത് നമുക്ക് ഇനി
കൂടുതൽ പേരൊക്കെ വന്ന് സിംഗിൾ റൂമുകൾ ഇല്ലാത്ത ഒരു സ്ഥിതി വന്നാൽ വലിയ അകലത്തിൽ ബെഡുകളിട്ട് എങ്ങനെ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കാവുന്നതാണ്. കേരളത്തിലോ രാജ്യത്തോ കോവിഡ് രോഗത്തെ നിയന്ത്രിക്കാനായി എന്നതുകൊണ്ട് നാം രക്ഷപ്പെട്ടു എന്നതിനർത്ഥമില്ല. ഒരു ലോകരാജ്യവും ഇതുവരെ കോവിഡിനെ അതിജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുത്ത കോവിഡ് കാല പ്രോട്ടോക്കോളും പുതിയ കാല ശീലങ്ങളുമൊക്കെ മാസങ്ങളോളം നാം തുടരേണ്ടി വരും. മറ്റൊരു വിഷയവുമായി നേർക്കണ്ട വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.